ഭ ബ ഭ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് ഫഹീം സഫർ, നൂറിൻ ഷെരീഫ്, പിന്നെ ദിലീപേട്ടൻ ഇവർ മൂന്നുപേരും കൂടെ എഴുതിയ പുതിയ ചിത്രമാണ് ഭ ബ ഭ. അപ്പോൾ ഇതിൻ്റെ ക്രെഡിറ്റ്സിൽ, അതായത് റൈറ്റേഴ്സിൻ്റെ കൂടെ ദിലീപേട്ടൻ്റെ പേരൊന്നും വെച്ചിട്ടില്ല, പക്ഷെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമുക്ക് ആദ്യം രണ്ടുപേരുടെ പേര് പറഞ്ഞല്ലോ, ഫഹീം, നൂറിൻ. അപ്പോൾ ഇവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ്, അതാണല്ലോ. അപ്പോൾ അതിനകത്ത് ഈ സ്റ്റോറി, സ്ക്രീൻ പ്ലേ എന്നുള്ള സംഗതി ഇതിനകത്ത് ഇല്ല. അപ്പോൾ ഇല്ലാഞ്ഞിട്ട് അപ്പോൾ ഇതിനെ എന്ത് വെച്ച് ന്യായീകരിക്കും? അതിനാണ് മൂന്നാമത്തെ ഭാഗം അവർ ഉപയോഗിച്ചു, ഡയലോഗ്സ്. അതായത് നമ്മളിപ്പോൾ ഇത് എന്ത് കുന്തമായി കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് തോന്നുമ്പോഴത്തേക്കും ഡയലോഗിൽ കൂടെ വന്ന് നിന്നിട്ട് ഇതൊക്കെ നീയൊക്കെ അല്ലാതെ വേറെ ആരും വിശ്വസിക്കുകൂടാ, അങ്ങനത്തെ ഓരോ ചോദ്യമൊക്കെ ചോദിച്ച് ഒരു രക്ഷപ്പെടാനുള്ളൊരു ശ്രമമാണ്. എങ്കിലും കുഴപ്പമില്ല, അത് പടത്തിൻ്റെ ഒരു മൂഡ് അനുസരിച്ച് അത് വർക്കായി പോയെന്ന് തന്നെയാണ് തോന്നുന്നത്. പിന്നെ സിനിമ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പൊട്ടപ്പടം എന്ന് പറഞ്ഞാൽ പൊട്ടപ്പടം. പക്ഷേ ഞങ്ങൾ എൻജോയ് ചെയ്തു. ഞാനും എൻ്റെ വൈഫും കാണാൻ പോയി. ഞങ്ങൾ രണ്ടുപേരും നല്ല എൻജോയ് ചെയ്തിരുന്ന് കണ്ടു. അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രൗഡിൻ്റെ ഒരു ഇതുകൂടെ ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ സിനിമകളൊക്കെ ചെയ്യാൻ ഫ്രീഡം ഉള്ള ഒരാൾ നമ്മുടെ സിനിമ ഇൻഡസ്ട്രിയിൽ ഉണ്ടല്ലോ. ഇപ്പോൾ വേറെ ആര് ചെയ്താലും, ഈവൻ ലാലേട്ടൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെന്ത് പറയും? ഇപ്പോൾ നമുക്ക് കുറ്റപ്പെടുത്തി പറയും. ആറാട്ടിൻ്റെ കാര്യം ഒരു ഹൊറർ ഫീൽ നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ പക്ഷേ ഈ ദിലീപ് വരുമ്പോഴത്തേക്കും ഇത് പുള്ളിക്ക് ചെയ്യാനുള്ള ഫ്രീഡം ഉണ്ട്. പുള്ളിക്ക് എന്ത് തോന്നിവാസം വേണമെങ്കിലും ചെയ്യാം, അല്ലേ? അപ്പോൾ പുള്ളിക്ക് മാത്രം പറ്റുന്ന ഒരു പരിപാടി പുള്ളി വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. തോന്നി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മൾ കാണാൻ പോകുന്നതിന് മുമ്പ്, അതായത് എനിക്ക് സിനിമ ഇറങ്ങുന്നതിന് മുമ്പേ അറിയായിരുന്നു ഇതിങ്ങനെ. ഞാൻ ട്രെയിലർ കണ്ടപ്പോഴേ മനസ്സിലായി. അപ്പോൾ ട്രെയിലർ വരുന്നതിന് മുന്നേ വരെ എന്തെങ്കിലുമൊക്കെ ഒരു രസം ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. പക്ഷേ ട്രെയിലർ ലാസ്റ്റ് വന്ന സാധനം കണ്ടപ്പോഴേ നമുക്കൊരു ഐഡിയ കിട്ടി എന്നതാണ് വരാൻ പോകുന്നതെന്ന്. അപ്പം അതാ സ്ക്രീനിൽ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും, സ്ക്രീനിൽ കാണാൻ വേണ്ടിയാണ് പോയത്. അപ്പം അന്നത്തേയും പ്രിപ്പയർ ചെയ്യണമല്ലോ. അപ്പോൾ രാവിലെ തൊട്ട് ഇങ്ങനെ ഈ ഒരു കൾട്ട് സാധനങ്ങളൊക്കെ ഇങ്ങനെ കണ്ട് പാട്ടൊക്കെ കേട്ട്, ചിലർ പറയുന്ന കേട്ട് മറ്റേ അഴിഞ്ഞാട്ടം എന്നുള്ള പാട്ട് കേൾക്കുമ്പോഴത്തേക്കും മറ്റേ ഡബ് ചെയ്യുന്ന പാട്ടുകൾ, അതായത് ശശിയുടെ കടയിലെ കൊഴുക്കട്ടയോ അതൊക്കെ വെച്ച് അതിൻ്റെ ഒരു ഫീലൊക്കെ കിട്ടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ പാട്ട് വരെ കേട്ട് പോകേണ്ടി വന്നു സിനിമയുടെ മൂഡിലേക്കൊന്ന് എത്താനായിട്ട്. അപ്പോൾ കയറിയപ്പോൾ തന്നെ അവിടെ ഇന്നിപ്പോൾ തലച്ചോറിന് ലീവ് പ്രഖ്യാപിച്ചിട്ട് ഞങ്ങൾ കയറിയതാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അങ്ങ് കണ്ടിരുന്ന് പോയി. കഥ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കറിയാം എന്ത് കഥ, ഏത് കഥ. അപ്പോൾ അത് ആ ഫ്ലോയിൽ അങ്ങ് പോയി. അതായത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പേഴ്സണലി 5 മിനിറ്റ് മുന്നേ നടന്ന എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മറന്നുപോയി, അവിടെ മറന്നു. പക്ഷേ നമ്മൾ ആ മൊമെൻറ്റിലൂടെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഒരു പൊട്ടപ്പടം അങ്ങ് ഇഷ്ടപ്പെട്ടു. ആ മൈൻഡിൽ കണ്ടുകൊണ്ട് ഇഷ്ടപ്പെട്ടു എന്നല്ല, ഓർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ഇന്നിരുന്ന് തലേദിവസം കണ്ട സിനിമയുടെ ഓരോരോ സീനുകൾ ഓർത്ത് കഴിഞ്ഞാൽ അയ്യേ ഇങ്ങനെ തോന്നിപ്പോവും. പക്ഷേ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്തോ ചില സമയത്ത് നമ്മളങ്ങ് ചിരിച്ചങ്ങ് പോവും. എന്നിട്ട് ഓരോരുത്തർ ഇപ്പോൾ ദേവ്ജിയൊക്കെ ആണെങ്കിൽ ഒരു രക്ഷയില്ല, പുള്ളി വാ തുറന്ന ചിരി വരും. അപ്പം അങ്ങനത്തെ, അതായത് ഇതൊക്കെ കണ്ട് ചിരിക്കാൻ നിനക്ക് ഇത്രയൊക്കെ ഉള്ളോടാ എന്ന് ബുദ്ധി ഉള്ളോടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന മൂഡ് പോലും കേട്ടോ. നമ്മൾ ക്രൗഡ് ഇപ്പോൾ എല്ലാവരും കൂടെ മസിൽ പിടിച്ചിരുന്ന് കാണാൻ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നടപടിയാകത്തില്ല. നമുക്കും തോന്നും എന്ത് വന്നത് കഴിഞ്ഞ് കിട്ടിയാൽ മതിയെന്ന് തോന്നും. അപ്പോൾ ഇതുപോലെ തന്നെ ഈ വർഷം ഞാനൊരു സിനിമ കണ്ടിരുന്നു, അതായത് നമ്മുടെ തല അജിത്തിൻ്റെ ഗുഡ് ബാഡ് അഗ്ലി. അപ്പോൾ ഇത് കാണാൻ പോയപ്പോഴും അറിയാമായിരുന്നു ഈ സിനിമ എന്താണെന്ന്. അപ്പോഴത്തേക്കും ഇത് ഒരു ലൗഡ് പടങ്ങൾ, രണ്ടും ലൗഡ്, ആ ഒരു ഓളത്തിൽ അങ്ങ് പോയി കാണുന്ന ടൈപ്പ് പടങ്ങൾ. അപ്പോൾ തുടക്കം തൊട്ടേ അങ്ങ് ബഹളമാണ്. തുടങ്ങി തീർന്ന് കഴിയുമ്പോഴത്തേക്കും ചെവി നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് വേണം ഇറങ്ങി പോകാനായിട്ട്. അപ്പോൾ ആ ഒരു ടൈപ്പ് 2 പടങ്ങൾ. അപ്പോൾ ഗുഡ് ബാഡ് അഗ്ലി ഇതുപോലെ തന്നെ ഞാൻ എൻജോയ് ചെയ്തിരുന്നു. പിന്നെ മ്യൂസിക് പറയുകയാണെങ്കിൽ അതിനകത്ത് കുറച്ചുകൂടെ മ്യൂസിക് കുറച്ചുകൂടെ ലൗഡും നല്ല രസമുണ്ടായിരുന്നു ആ ഗുഡ് ബാഡ് അഗ്ലിയിൽ. അപ്പോൾ അത് കുറച്ചുകൂടെ ഒരു മേളിൽ നിൽക്കും തോന്നി ഈ ഒരു ലെവൽ സിനിമകളുടെ കാര്യത്തിൽ. പിന്നെ വേറൊരു കാര്യം പറഞ്ഞത് സ്പൂഫ് സിനിമയാണെന്നൊക്കെ പറയുന്നത്. സ്പൂഫ് ഒക്കെ തുടങ്ങി ഫസ്റ്റ് ഹാഫൊക്കെ കണ്ടപ്പോൾ കൊള്ളാലോ, ഇത് കുറേ ഇങ്ങനെ ആളുകളെ കളിയാക്കുന്നു, പഴയ സിനിമകളിലെ സീനുകളൊക്കെ കളിയാക്കുന്നു, അങ്ങനെയൊക്കെ പോയി. പക്ഷേ എന്നിട്ട് പറഞ്ഞു നോ ലോജിക്, ഒള്ളി മാഡ്നസ്, അതായത് മാഡ്നസ് പടം എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ആലോചിച്ച് ഓക്കെ. എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ കൊണ്ടുപോയിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് അങ്ങ് തിരികെ കയറ്റി. അത് വളരെ മോശമായിരുന്നു. അത് ഇല്ലായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഇതിന് പകരമായിട്ട് നമ്മുടെ മാസ്റ്ററിൽ വിജയ് പറയുന്ന പോലെ വിജയുടെ കഥ എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയുന്ന കഥകൾ അറിയത്തില്ല. അപ്പോൾ മൊത്തം നുണയാണ്. അങ്ങനെ ഒരു കഥ പറഞ്ഞിട്ട് ആളെ അങ്ങ് പ്രോപ്പർ വട്ടനായിട്ട് കാണിച്ചിരുന്നെങ്കിൽ നല്ല രസമുണ്ടായിരുന്നു. അപ്പം എന്തായാലും ക്രൗഡ് ഹെൽപ്പ് ചെയ്തുകൊണ്ട് പടം രക്ഷപ്പെട്ടെന്നല്ല, നമുക്ക് കണ്ടിരിക്കാൻ പറ്റി. ഇനി എങ്ങനെ പോകുമെന്ന് അറിയത്തില്ല വരും ദിവസങ്ങളിൽ. വിജയിക്കുന്നെങ്കിൽ വിജയിക്കട്ടെ, ക്രിസ്മസ് ആണ്, അവരൊരു ആഘോഷം മൂഡിലങ്ങ് വന്നേക്കുന്നതാണ്. അപ്പം നമ്മൾ വീഡിയോസൊക്കെ കാണുന്നത് ഇപ്പോൾ ഒരു തിയേറ്ററിലെ വീഡിയോ മാത്രമല്ലെന്ന് ഇന്നലെ ഞങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി.
ആഘോഷിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു അറ്റൻഷൻ സ്പാൻ കുറവാന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ ഇൻസ്റ്റാഗ്രാം റീൽസ് 30 സെക്കൻഡ് റീൽസ് കണ്ട് ചിരിച്ച് പോകുന്നത്. അപ്പോൾ നമ്മളവിടെ ഇരുന്ന് ചിന്തിക്കാനൊന്നും പോകുന്നില്ല. ഈ റീലിൽ ഇവരെന്തോ ഈ ക്യാമറ വെച്ചേക്കുന്നത് എങ്ങനെ, അതിൻ്റെ ടെക്നിക്കൽ ക്വാളിറ്റി ഒന്നും റീലിൻ്റെ നമ്മൾ ചിന്തിക്കാൻ പോകുന്നില്ല. അപ്പം നമ്മളതും കണ്ടു, എന്തെങ്കിലും ഒരു രസമുള്ള കാര്യമാണെങ്കിൽ കണ്ടങ്ങ് എൻജോയ് ചെയ്ത് അടുത്തത് തോണ്ടിപ്പോവും. അപ്പം അതാണ് ഇത് ഈ പടത്തിൻ്റെ പരിപാടി. ഇതൊരു ഇൻസ്റ്റാഗ്രാം പടം. അതായത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും അയ്യോ ഇത് കയ്യിൽ നിന്ന് എന്തെങ്കിലും ബോറടിച്ച് തുടങ്ങാന്ന് പറയുമ്പോൾ അടുത്ത റീൽ വരും. ഓക്കെ, അങ്ങനെ ഒരു രീതിയിൽ പോകുന്നൊരു സിനിമയാണ്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരാണെങ്കിൽ തന്നെ നല്ലൊരു കാര്യം ഒരു ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിലീപിന് നായികമാരില്ല. നായികമാരെന്ന് പറയാൻ കാര്യം ഈ പുള്ളി വന്നു കഴിഞ്ഞാൽ എപ്പോഴും കാണും ഒരു 3 പേര് നായികമാരായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. ഈ പടത്തിൽ അങ്ങനെ ഒരു സംഭവമില്ല. അതുകൊണ്ട് അത് ഒരു നല്ലൊരു കാര്യമായിട്ട് തോന്നി. നല്ലൊരു രസമുള്ളൊരു കാര്യമായിട്ട് ഇതിന് തോന്നി. പിന്നെ വിനീതും ധ്യാനും കോമ്പിനേഷൻ, അതിൽ വിനീതിൻ്റെ ക്യാരക്ടർ ഭയങ്കര കൺഫ്യൂസിങ്ങാണ്. പിന്നെ എന്ത് ക്യാരക്ടർ, ഇതിപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സിനിമയൊന്നുമല്ല. അതങ്ങനെ അങ്ങ് പോകുന്നു. ഇതൊരു പോയി കണ്ട് ഇപ്പം നമ്മളൊരു എന്താ പറയുക, ഒരു കോൺസേർട്ടിനൊക്കെ പോയി അങ്ങ് എൻജോയ് ചെയ്ത് വരുന്ന പോലെ കണ്ടിട്ട് വരിക, അത്രേ ഉള്ളൂ. അതിൻ്റെ കൂടെ എല്ലാം കൂടെ അങ്ങ് തീപ്പൊരി ആക്കാൻ വേണ്ടി ഒരു കിടിലൻ ഐറ്റം സെക്കൻഡ് ഹാഫിൽ വരുന്നുണ്ടല്ലോ. അപ്പോൾ പുള്ളിയെപ്പറ്റി ഞാൻ പറയാം. പിന്നെ വിനീതിൻ്റെയും ധ്യാനിൻ്റെയും കാര്യം പറഞ്ഞാൽ ധ്യാൻ അടിപൊളിയായിരുന്നു. ധ്യാൻ വന്നിട്ട് എന്തൊക്കെയോ ഒരു ഡയലോഗ്, ഒരു ആദ്യം വന്നിട്ട് പൊണ്ണത്തടിയെ ഗ്ലോറിഫൈ ചെയ്യുന്ന പോലെ ഒരു ഡയലോഗ് പറഞ്ഞു. അപ്പം വയറൊക്കെ ഉള്ളവർക്കൊക്കെ അത് കേൾക്കുമ്പോൾ ഒരു രോമാഞ്ചമാണ്. എങ്കിലും വേറെ രീതി ചിന്തിച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് വണ്ണമൊക്കെ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് എന്നും തോന്നിപ്പോയി. അപ്പോൾ ധ്യാനം ഇപ്പം നമ്മൾ ഫസ്റ്റ് പടം വന്നപ്പോൾ അറിയാമല്ലോ തിരയിൽ എങ്ങനെ ഇരുന്ന മനുഷ്യനായി ഇപ്പോൾ ഇങ്ങനെ വന്നിരിക്കുന്നതെന്ന്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആൾ സ്വന്തം ആ ഒരു ഇതിനെ ഭയങ്കര ഗ്ലോറിഫൈ ചെയ്ത് സംസാരിക്കുന്ന പോലെ തോന്നി. പക്ഷേ ഇത് കിടിലൻ വൺ സ്ട്രെച്ചിൽ നല്ലൊരു ഡയലോഗായിരുന്നു അത്. അതങ്ങ് കേട്ടങ്ങ് ഇരിക്കാൻ പറ്റി. പിന്നെ പറയുകയാണെങ്കിൽ കഥയുടെ ഒഴുക്കൊന്നും ഇല്ല. ഇതൊരു എന്തുവാ, സുനാമി പോലെ അങ്ങ് വരുക, എല്ലാം കൂടെ അങ്ങ് ഒരുമിച്ച് വരുന്നു. ചില സീനങ്ങ് വന്നിട്ട് ഇപ്പോൾ ഇൻ്റർവെല്ലിൻ്റെ സീനിൻ്റെയൊക്കെ കാര്യം പറഞ്ഞു. ഇൻ്റർവെൽ സീനിനൊക്കെ ഇപ്പം ഞങ്ങൾ കണ്ട തിയേറ്ററിൻ്റെ ഒരു കുറവാണോന്ന് അറിയത്തില്ല. അതൊരു നല്ലൊരു സൗണ്ട് ക്വാളിറ്റി ആയിരുന്നെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നെന്ന് തോന്നി. വെച്ചാൽ ഒരു മൊത്തത്തിൽ ചുമ്മാ ഒരു സ്റ്റീരിയോ ടൈപ്പ് സൗണ്ട് പോലെ ഫീൽ ചെയ്തു. അതല്ലായിരുന്നെങ്കിൽ ആ DJ എഫക്റ്റ് ഒക്കെ നന്നായിട്ട് വന്നേനെ. പിന്നെ പറയുകയാണെങ്കിൽ ഈ പറയുന്ന പോലെ എന്താ മോഹൻലാലിൻ്റെ പോർഷൻ, അതായത് സെക്കൻഡ് ഹാഫിൽ വരുന്ന ആ ഒരു പർവ്വതം, നമ്മുടെ ലാലേട്ടൻ പുള്ളി വന്ന് വരുന്ന ഭാഗമൊക്കെ കൊള്ളാം. വെച്ചാൽ ഇൻട്രൊഡക്ഷനൊക്കെ നല്ല രസമുണ്ടായിരുന്നു. നമ്മളെ ജയിലർ ഐഡിയ ആയി പിടിക്കാൻ നോക്കിയത്. ഈ പടത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പല സിനിമകളിലെ ഓരോ ഐഡിയ എല്ലാം കൂടെ കോപ്പി അടിച്ചിട്ട് പിന്നെ കുറേ റീൽസൊക്കെ കൂടെ എടുത്ത് പിന്നെ ഈ പറയുന്ന പോലെ നമ്മുടെ ഈ റോസ്റ്റിംഗ് വീഡിയോസ് ഇല്ല അതും കൂടെ നോക്കി പിന്നെ പറയുന്ന കുറേ യൂട്യൂബിലെ ബർത്ത്ഡേ മാഷപ്പും എല്ലാം കൂടെ എടുത്ത് ബിൽഡപ്പും എല്ലാം കൂടെ ചേർത്ത് ഒരു അവിയൽ പരുവത്തിൽ ഉണ്ടാക്കി വിട്ടേക്കുന്ന ഒരു പടം. അതായത് ഇന്ന സീൻ വരുമ്പോൾ ഇതിന് മുമ്പത്തെ സീൻ തന്നെ നമ്മൾ ഓർക്കരുത്, ഈ കഥ എന്നാന്ന് തന്നെ നമ്മൾ മറന്നു പോകണം. പക്ഷേ സെയിം ടൈം നമ്മൾ അതിൽ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കുകയും ചെയ്യുന്നു. ഞാൻ എൻഗേജ് ആയിട്ടിരുന്നു. ബോറടിച്ചവരുണ്ടെന്ന് പറഞ്ഞു. അത് നമ്മൾ കയറുമ്പോഴേ മൈൻഡ് സെറ്റാക്കുന്നതിലിരിക്കും കാര്യം. മൈൻഡ് ഇങ്ങനെ ഇരിക്കുമോ, ഞാൻ കാണാൻ പോകുന്ന ചളിയാണല്ലോ, ഇങ്ങനെ ഇരുന്ന് കാണാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടപ്പെടത്തില്ല. ഈ പടത്തിന് 2 എക്സ്ട്രീമേ ഉള്ളൂ. ഒന്നെങ്കിൽ എൻജോയ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു രക്ഷയില്ലാത്ത തല്ലിപ്പൊളി പടമൊന്നും പറഞ്ഞ് ഇറങ്ങി വരിക. അപ്പം ഞാൻ പറഞ്ഞത് എന്തുവാ, തല്ലിപ്പൊളി പടം പക്ഷേ എൻജോയ് ചെയ്തു, അങ്ങനെ ഒരു ഇത്. രണ്ടും ചേരത്തില്ല എങ്കിലും അങ്ങനെ ഒരു ഫീലായിരുന്നു എനിക്ക് വന്നിരുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ കുറേ എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം ദിലീപിൻ്റെ ഈ ഫോർത്ത് വോൾ ബ്രേക്കിംഗ് ഡയലോഗുകൾ. അതായത് പുള്ളിക്ക് കുറേ കാര്യം പറയണം കുറേ ആളുകളോട്. അതാ ഞാൻ ആദ്യമേ പറഞ്ഞ റൈറ്റിംഗ് സെക്ഷനിൽ ഈ പുള്ളി കയറി ഇടപെട്ടിട്ടുണ്ടെന്ന് നല്ല രീതിയിൽ ഉറപ്പാണ്. അപ്പോൾ അത് വേണ്ടായിരുന്നെന്ന് തോന്നി. ഒരു സിനിമ നമ്മളോട് പറയുന്നു ഇതിപ്പം പുള്ളിയുടെ പുറത്തെ ലൈഫ് വെച്ചിട്ട് സിനിമ കാണരുത്, സിനിമയായി കാണാമെന്നൊക്കെ പറയും. പക്ഷേ അത് സിനിമയ്ക്കകത്തൂടെ ചെയ്യണ്ടേ. ഇനിയിപ്പോൾ ഓക്കെ ഇങ്ങനെ പറയാം, ഓക്കെ നിങ്ങളെന്തിനാ പുറത്തെ കാര്യമായിട്ട് ഇത് ലിങ്ക് ചെയ്യുന്നത്, സിനിമയെ ഞങ്ങൾ പറയുന്ന കാര്യമാണ്. അതൊക്കെ ശരി തന്നെ, ഒരു ബന്ധമില്ലാത്ത കാര്യമൊക്കെ വന്നുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ചില വളരെ അരോചകമായിട്ടുള്ള ഡയലോഗുകളൊക്കെ ഉണ്ടായിരുന്നു, ഒഴിവാക്കാമായിരുന്നു. ഒഴിവാക്കിയിരുന്നെങ്കിലും നല്ലതേ ചെയ്യുള്ളൂ. അങ്ങനെ ഒരു ഡയലോഗ് അവിടെ ഇട്ടത് കൊണ്ട് ആൾക്കൊരു ഗുണം ചെയ്തതായിട്ടും തോന്നിയില്ല. പിന്നെ ഈ പറയുന്ന പോലെ ഇടയ്ക്ക് ഈ ജനറേഷൻ ഈ ന്യൂ ജനറേഷൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ ഉള്ള ഡയലോഗ് 3-4 തവണ പുള്ളി അത് പറയുന്നുണ്ട്. അത് വേണ്ടായിരുന്നതെന്ന് തോന്നി. എന്തിനാ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ കഥ എഴുതുന്ന ആരാ, ന്യൂ ജനറേഷനല്ലേ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കുറവുകളൊക്കെ ഉണ്ടായിട്ട് തോന്നി. പിന്നെ ബാലു വർഗീസ്, അശോകൻ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ
അതിൽ ബാലുവിൻ്റെ മാത്രമാണ് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ നമ്മൾ ഗുഡ് ബാഡ് അഗ്ലിയിൽ സിനിമ കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും ഭ്രാന്തന്മാരാണ്. അതിനകത്ത് ആകെ ചേരുമ്പടി ചേരാത്തതായിട്ട് നിൽക്കുന്ന ഒരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിയുടെ മകനായിട്ട് വന്ന ആളായിരുന്നു. ആ പയ്യന് ഇതിനകത്ത് സിങ്ക് ആവാത്ത പോലെ തോന്നി. പക്ഷെ ബാലു സിങ്ക് ആയില്ലെന്നല്ല, പക്ഷെ ഇതിനകത്ത് ആ ഒരു തമാശ ഭാഗം തമാശയിലേക്ക് പോവാത്ത ഒരേ ഒരു ക്യാരക്ടർ പുള്ളിയായിട്ട് തോന്നിയായിരുന്നു. പുള്ളിക്കൊരു ഫൈറ്റൊക്കെ നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും അത് എഡിറ്റ് ചെയ്ത് അതിനൊരു ആ ഫൈറ്റ് തീർന്നു കഴിഞ്ഞപ്പോൾ അതിനൊരു പോയിന്റ് ഇല്ലാത്ത പോലെ ആയിപ്പോയി. എന്തിനു വേണ്ടി ഒരു ഫൈറ്റ് ഒക്കെ ബാലു വന്നു അതിനൊരു ഫൈറ്റ് കൊടുക്കാമെന്ന് ഓർത്ത് കൊടുത്ത പോലെ തോന്നി. പിന്നെ നമ്മുടെ ഗോകുലം ഗോപാൽജിയുടെ ഗസ്റ്റ് അപ്പിയറൻസ് വരിക, ലാലേട്ടനെ ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി സിനിമയിലേക്ക് കൊണ്ടുവന്ന ഒരാൾ. അപ്പോൾ ലാലേട്ടൻ വരുമ്പോൾ ലാലേട്ടനോട് മുണ്ടൊന്ന് മടക്കി കുത്ത്, മീശ വിരിക്കുക എന്നൊക്കെ പറഞ്ഞങ്ങ് പറയാനായിട്ട്. ആദ്യം ഈ പുള്ളിയെ കണ്ടപ്പോൾ ഞാനോർത്തു ഈ ലാലും ദിലീപും തമ്മിലല്ലേ ഇപ്പോൾ പ്രശ്നം നടക്കുന്നത്, ഇവരെങ്ങനെ ഒരുമിച്ചൊരു സിനിമ വന്നു എന്ന് ഓർത്തു. പിന്നെ നോക്കിയപ്പോഴല്ലേ ഗോപാൽജി ഇരിക്കുന്നത്. ഡാൻസൊക്കെ ഉണ്ട്. ഇനിയും വരരുത് ദയവ് ചെയ്ത്, ഇത് ആദ്യത്തെയും അവസാനത്തെയും ശ്രമം ആവട്ടെ എന്ന്. നല്ലതായിരുന്നു, പക്ഷെ ഇനി വേണ്ട, റിപ്പീറ്റ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. അത് സെയിം സിനിമയുടെ കാര്യത്തിലും പറയുന്നു. സിനിമ ഒരു നല്ലതായിട്ടൊരു എൻഡ് ചെയ്യായിരുന്നു അവർക്ക്. അതായത് ഒരു കാര്യം ബാക്കി ഇട്ടിട്ട് അതൊരു സെക്കൻഡ് പാർട്ടെന്നും പറഞ്ഞ് അങ്ങ് ചെയ്തു വെച്ചത് വളരെ മോശമായി പോയെന്നല്ല, അത് മടുത്തു. ഈ സെക്കൻഡ് പാർട്ട് ഒന്നും വരത്തില്ലെന്നറിയാം നമുക്ക്. എത്ര സിനിമകൾ സെക്കൻഡ് പാർട്ട് അനൗൺസ് ചെയ്തു, ഷൂട്ട് ചെയ്യാൻ സമയം ഇല്ലാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല, തീർക്കാത്തതുകൊണ്ടാണോ എന്നറിയത്തില്ല, എന്നാൽ സെക്കൻഡ് പാർട്ടി ബാക്കി കാണിച്ചേക്കാന്ന് പറഞ്ഞിട്ട്. അതിനൊന്നും ആവശ്യമില്ല. അന്ന് ചെറിയൊരു സാധനം ഇട്ട് കൊടുത്തിരുന്നെങ്കിൽ അത് നല്ലതായിട്ട് എൻഡ് ചെയ്യായിരുന്നു. അങ്ങനെ ഒരു ഇത്രയും ചെയ്തതല്ലേ, ആ ഒരു ചെറിയൊരു എഫേർട്ട് എടുത്തിരുന്നെങ്കിൽ നല്ലതായിരുന്നെന്ന് തോന്നി. പിന്നെ എന്നാ പറയാനുള്ളത്, പോയി കാണാനൊന്നും ഞാൻ പറയത്തില്ല. പോയി കാണുകയാണെങ്കിൽ മൈൻഡ് സെറ്റാക്കിയിട്ട് പോവുക. ഈ സിനിമ കാണാൻ പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു മുഖം ചുളിച്ച് കാണുക അങ്ങനെ ഒരു രീതിയിൽ പോകരുത്. നമ്മൾ മൈൻഡ് സെറ്റാക്കിയിട്ട് പോവുക. പോയിട്ട് എൻജോയ് ചെയ്യാം. ഏതായാലും പൈസ മുടക്കി കാണാൻ പോകുന്നതല്ലേ. ഞാൻ ആ രീതിയിലാണ് ചിന്തിച്ചത്. ഇതിപ്പോൾ ഇവിടെ ഈ തുക്കട തിയേറ്ററിൽ കാണാനായിട്ട് തന്നെ അത്യാവശ്യം ചുമ്മാ ചെറിയ $18 കൊടുക്കേണ്ടി വന്നു ഒരാളുടെ ടിക്കറ്റിന്. അതിനകത്ത് സീറ്റിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ എന്തിനു മുടക്കിയെന്ന് ഓർക്കും. അപ്പോൾ ഏതായാലും കാശ് മുടക്കി. ഇനിയിപ്പോൾ അങ്ങ് കഷ്ടപ്പെടാമെന്ന് ശ്രമിച്ചിരുന്നു. അത്ര കഷ്ടപ്പെടേണ്ടി വന്നില്ല. ആ ഒരു മൈൻഡിൽ, ആ ഒരു ഓളത്തിലൊരു ആഘോഷം പോലെ അങ്ങ് കണ്ടിരുന്നു. അപ്പം കാണാൻ പറ്റുന്നവരൊക്കെ പോയി കാണുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പോവുക, അല്ലെങ്കിൽ ഒരു അജണ്ട വെച്ചൊക്കെ പോവുക എന്നുള്ള രീതിയിലാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടത്തില്ല. വെറുതെ പിന്നെ ഒന്ന് തെറി പറയാമെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണേൽ കാണുക, കണ്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതും കാരണം ജീവിക്കേണ്ട ഒരവസ്ഥയൊന്നും പുള്ളിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ക്രിസ്മസിന് വന്നു. ക്രിസ്മസ് ഞങ്ങൾ തൂക്കി എന്നൊക്കെയാണ് ലാലേട്ടനും ദിലീപേട്ടനും കൂടെ പറഞ്ഞിരിക്കുന്നത്. തൂക്കിയോന്ന് നമുക്ക് നോക്കാം. ഒരു ദിവസമല്ലേ കഴിഞ്ഞുള്ളൂ, വരുമ്പം അറിയാം എന്താവുമെന്ന്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.